അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ആണവ കരാറിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനം എന്താകും എന്നുള്ളത് വെള്ളിയാഴ്ച മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ ഈ കരാർ നിലവിൽ വന്നില്ല, അത് അലസി പിരിയുകയാണെങ്കിൽ ഒരു യുദ്ധ സാധ്യതയുണ്ടെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേൽ എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയായിരിക്കുമോ ചെയ്യുക ഇനി? അല്ല, ഈ അമേരിക്ക എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഈ കുറുക്കൻ്റെ കഥ പഠിച്ചിട്ടില്ലേ? രണ്ട് ആടുകൾ തമ്മിൽ അടിപിടി. 1945 വേൾഡ് വാർ 2 ശേഷം അമേരിക്ക ഡയറക്റ്റായിട്ട് ഒരു യുദ്ധവും നടത്തിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന യുദ്ധം നടത്താത്ത അമേരിക്കയാണ് എല്ലാ പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾക്കും കാരണം ഉണ്ടായിട്ടുള്ളത്. അത് കുവൈത്ത് വാറായാലും ഏത് വാറെടുത്ത് നോക്കിയാലും അതിനൊക്കെ അഫ്ഗാനിസ്ഥാനിൽ 1990കളുടെ ആദ്യത്തിലാണ് സദാം ഹുസൈൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ സർവീസിലേക്ക് ഞാനത് മോണിറ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് 2000 തുടങ്ങിയ കാലം മുതൽ അഫ്ഗാനിസ്ഥാനിലും പലസ്തീനിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് നോക്കിയാൽ അതിനൊക്കെ. അപ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ മുഖം തന്നെയാണ്. അമേരിക്ക ഈസ് ഈക്വൽ ടു ഇസ്രയേൽ എന്ന് വേണമെങ്കിൽ നേരിട്ട് പറയാം. അപ്പോൾ അമേരിക്ക നേരിട്ട് യുദ്ധം നടത്തിയില്ലെങ്കിലും ഇസ്രയേലും ചിലപ്പോൾ നേരിട്ട് യുദ്ധം നടത്തിയെന്ന് വരില്ല. കാരണം അവർ ഈക്വൽ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി വേറെ ചില രാജ്യങ്ങളൊക്കെ ആയിട്ട് യുദ്ധം ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ നേരിട്ട് അമേരിക്ക ഒരു യുദ്ധത്തിൽ ഇടപെടുകയോ ഇസ്രയേൽ നേരിട്ടൊരു യുദ്ധത്തിൽ ഇടപെടുകയോ ഉണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. ശരിക്കും ഈ പറയുന്ന ആണവ കരാറാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ആണവോർജ്ജത്തിനെ സംബന്ധിച്ച് അമേരിക്ക വലിയ ഉപരോധങ്ങളൊക്കെ ഇറാന് മേലെ ചുമത്തിയിരുന്നു. ആ ഉപരോധങ്ങളൊക്കെ നീക്കാനുള്ള വഴികളും ഈ പറയുന്ന ചർച്ചയുടെ ഭാഗമാണ്. ശരിക്കും ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് അപകടം തന്നെ ആയിരിക്കില്ലേ? അല്ല, ആണവശക്തി എല്ലായിടത്തും അപകടമാണ്. ഈ പറയുന്ന ഇറാൻ്റെ ആണവശക്തിയെക്കാളും കൂടുതൽ ആണവശക്തിയുള്ളവരാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെയാണ് അവർ യുദ്ധത്തിന് പോകാത്തത്. അതെ. അപ്പോൾ ഈ ഇറാൻ്റെ കയ്യിൽ ഈ പറയുന്ന ആണവായുധങ്ങൾ നിർമ്മിച്ച് അവരുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഭീകരരിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലല്ലേ ഈ ഹിസ്ബുള്ള പോലുള്ള സംഘടനകൾക്ക്? ഇല്ലെങ്കിൽ ഈ പറയുന്ന ഗാസയിലെ ഹമാസിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഭീകര സംഘടനകളുടെ കയ്യിലേക്ക് പെട്ടെന്ന് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്നെക്കാളും കൂടുതൽ ആയുധം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തിന് വരുമോ? ഇല്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ അടുത്ത് ആരും യുദ്ധത്തിന് പോകാത്തത്. അതുകൊണ്ടാണ് റഷ്യയുടെ അടുത്ത് ആരും യുദ്ധത്തിന് പോവില്ല എന്ന് നമ്മൾ ധരിച്ചിട്ടും ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിന് പോയത്. കാരണം ആണവം ആയുധങ്ങളുടെയും ആണവ സങ്കേതങ്ങളുടെയും വലിയ കത്തി നശിക്കാൻ പറ്റുന്ന സാധ്യതകളുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും യുദ്ധം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അതൊരു ഭീകരമായ ഒരു കാര്യത്തിലേക്ക് പോകാത്തതെന്ന് വിചാരിച്ചാൽ ലോകരാജ്യങ്ങളിലുള്ള ഭയവും അത് ഉണ്ടാവാവുന്ന ഒരു പോളറൈസേഷനും അതുകൊണ്ടുണ്ടാവാവുന്ന പൊളിറ്റിക്സും ഒക്കെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു നാശനഷ്ടം വരുത്തുന്ന ഒരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു യുദ്ധം ഇസ്രയേലും ഇറാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മേഖലയെ തന്നെ ബാധിക്കില്ലേ? അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് അന്ന് ഞങ്ങളുടെ പൗരന്മാർ തിരികെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകിയത്. അത്ര രൂക്ഷമായിട്ട് ബാധിക്കാനിടയുണ്ടാവും. ഇപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബഹ്റൈനിലുള്ള കംപ്ലീറ്റ് മിലിറ്ററി അവരൊക്കെ അമേരിക്കക്കാരനെ ഇപ്പോൾ നോക്കുന്നത്. ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന് മിക്കവാറും മിലിറ്ററി നടത്തുന്നത് അമേരിക്കക്കാരാണ്. സൗദി അറേബ്യ എന്ന് പറയുന്നതിന് അമേരിക്കയിൽ നിന്ന് വിട്ടിട്ട് അവർക്ക് ജീവിക്കാനോ ഒന്നും സാധിക്കില്ല. ഈ രാജ്യങ്ങളൊക്കെ ഹൈലി പവർഫുള്ളാണ്. അപ്പോൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളിൽ അമേരിക്കക്ക് ഇത്രയും നല്ല ഇൻഫ്ലുവൻസ് ഉള്ള സമയത്ത് ഇറാനെ ഭയപ്പെടുത്തുക, ഒന്ന് നല്ലപോലെ പൂട്ടിയിടാൻ ശ്രമിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്കായിരിക്കും. പണ്ട് സദാം ഹുസൈന് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു കുവൈത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവിയായിട്ട് മാറിയിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ ഇതൊക്കെ സാധിച്ചിരുന്നത് സദാം ഹുസൈൻ എന്ന ഒരു പവർഫുൾ ലീഡറുടെ ഏകാധിപത്യ സ്വഭാവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ലീഡർഷിപ്പൊന്നും ഇപ്പോൾ സൗത്ത് ഏഷ്യയിൽ മാറ്റം വരുത്താൻ പറ്റുന്ന തരത്തിലൊന്നും ഈ സൗദി അറേബ്യയും ബഹ്റിനെയും ഒമാനെയും ഒക്കെ മറികടന്ന് ഇപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഖത്തറാണ്. ഖത്തർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാവരും ഐസൊലേറ്റ് ചെയ്ത് നിന്നിട്ടും ഖത്തറിൽ നടന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ള അടുത്ത കാലത്തെ ഗൾഫിലെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഖത്തറും, മാറ്റം വരാൻ പോകുന്ന രാജ്യമേതെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ്. അതിന് മുമ്പ് കുറേ മാറ്റങ്ങളുണ്ടായി. ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് UAE തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ വെസ്റ്റിലൊക്കെ പോയിട്ട് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അറിയാതെ അവർ ദുബായ് എന്നാണ് പറയുക. അത് രാജ്യമല്ലാന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു മാറ്റം ഗൾഫിലുള്ള പല രാജ്യങ്ങളിലും അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് അവർ പവർഫുള്ളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇറാൻ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല.
അതുകൊണ്ട് നമ്മൾ കത്തി കൊടുക്കുന്ന സമയത്ത് ഏറ്റവും നോളജബിൾ ആയിട്ടുള്ളവരടുത്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഭയം. അവർക്ക് ബുദ്ധിയിൽ ഈ പറഞ്ഞിട്ടുള്ള വിഘടിത ഗ്രൂപ്പുകൾക്കോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സാധിക്കാത്ത ഏതെങ്കിലും റിലീജിയസ് ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ റവല്യൂഷണറി ഗ്രൂപ്പുകളിലോ ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലോ ഒക്കെ ഈ ആയുധങ്ങൾ എത്തുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുക. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ISIയുടെ ഒരു ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പ്രശ്നം ഉണ്ടാക്കുന്ന ഏതെങ്കിലും വിഘടിത ഗ്രൂപ്പുകൾക്ക് ന്യൂക്ലിയർ ആയുധങ്ങൾ കിട്ടിയ എങ്ങനെയായിരിക്കും? അവരൊന്നും നോക്കാതെ അവിടെ ഇവിടെയും കൊണ്ടിടില്ലേ? അപ്പോൾ ഇത് അത്ര സർവ്വസാധാരണമായിട്ട് പോവാതിരിക്കുക എന്നുള്ളത് ഇവരെ ഭയപ്പെടുത്തുന്നതിൻ്റെ പിന്നിലുണ്ടാവാനാണ് സാധ്യത. ഒരു പക്ഷേ ഇറാനുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഇസ്രായേൽ പോയി കഴിഞ്ഞാൽ അടുത്ത് ഇടപെടാൻ പോകുന്ന രണ്ട് രാജ്യങ്ങൾ ഒന്ന് തുർക്കി അസർബൈജാനും ആയിരിക്കും. കാരണം അവർക്ക് വലിയ രീതിയിൽ ഈ പറയുന്ന മറ്റ് ലോകരാജ്യങ്ങൾ ഇസ്ലാമിനെ മുന്നിൽ നിർത്തി ഇസ്ലാം രാജ്യങ്ങളെ സഹായിക്കുന്നു എന്ന മറ്റിൽ ആ സൗഹൃദത്തിൻ്റെ പേരിൽ, കാരണം പാകിസ്ഥാൻ്റെ കാര്യത്തിനകത്ത് നമുക്കറിയാമല്ലോ അവരൊക്കെ ഇടപെട്ടതാണ്. അപ്പോൾ അങ്ങനെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയും കൂടിയില്ല. അപ്പോൾ ഒരു യുദ്ധവ്യാപനത്തിലേക്ക് അങ്ങനെ ഒരു സംഘർഷം വന്നാൽ പോകാനുള്ള സാധ്യത ഈ മൂന്ന് രാജ്യങ്ങളിലെങ്കിലും ഉണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ സാധാരണഗതിയിലുള്ള ഈ ഏഷ്യൻ ഗൾഫ് റീജിയൻ കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ളൊരു ബോർഡറായിട്ടുള്ള ചില സ്ഥലങ്ങളിലാണ് ഈ രണ്ട് തരത്തിലുള്ള കൾച്ചറും രണ്ട് തരത്തിലുള്ള ജനങ്ങളും രണ്ട് തരത്തിലുള്ള ചിന്തകളും അത് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലേക്ക് മാറാനും ഗൾഫിലേക്ക് മാറാനും തയ്യാറായിട്ടുള്ള ജനങ്ങൾ കൂടി പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത്. അതുണ്ടാവാൻ പോകുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ മിക്കവാറും സാധിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത് ഈ ഒരു സ്പ്രെഡ് കുറച്ചും കൂടി യൂറോപ്യൻ രാജ്യങ്ങളും കൂടി ഗൾഫിൻ്റെ ഒരു സബ് ഹബ്ബായിട്ട് മാറാനും ഗൾഫ് അല്ലെങ്കിൽ ഇത്തരം മുസ്ലിം കൺട്രീസ് എന്ന് പറയുന്ന ഈ കൺട്രികൾക്ക് കുറച്ചും കൂടി പവർ കൂട്ടാനുമുള്ള ഒരു പ്രചോദനം കൊടുക്കുന്നതാവും ഈ തരത്തിലുള്ള കോൺട്രവേഴ്സിയും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരിക, നമ്മുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമം ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലേക്ക് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്ങനെ പോയാലും പശ്ചിമേഷ്യ ഒരു കൈവിട്ട നിലയിലേക്ക് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. അല്ല, ഇതെപ്പോഴും അൺസ്റ്റേബിൾ ആയിരുന്നു. പശ്ചിമേഷ്യയിൽ സ്റ്റേബിളായിട്ടുള്ള സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 2000 കാലഘട്ടത്തിൽ ഇപ്പോൾ 10-25 വർഷമായില്ലേ, അതിനൊരു 10 കൊല്ലം മുമ്പാണ് കുവൈത്ത് പറഞ്ഞത് 1991 എന്ന് വെച്ചാൽ 10-40 വർഷമായിട്ട് ഓരോ ദിവസവും ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മച്യൂരിറ്റി എപ്പോഴാണ് വരിക, അവരെപ്പോഴാണ് വളരുകയെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. അതെ, ഈ പറയുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബാൽക്കൻ പെനിൻസുലയിലുണ്ടായ അതേ കോൺഫ്ലിക്റ്റിലൂടെയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യ കടന്നു പോകുന്നത് എന്നുള്ളതുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് മാറ്റമുണ്ടാവണം, അതിനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി മച്യൂർഡായിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ലോകരാഷ്ട്രങ്ങളിൽ കാണുന്നത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ ഇത്തരം പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ ഇത്തരം ഭരണത്തിലോ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളെക്കുറിച്ചോ ചിന്തിക്കാനൊന്നും സമയമില്ല. അവരൊക്കെ വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് അവരുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകും. അത് ഇന്ത്യയിലായാലും അങ്ങനെയാണ്. നമ്മുടെ യൂത്തിന് പൊളിറ്റിക്സിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് ഇഷ്ടമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പണ്ടുകാലം അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറയാറുണ്ട്, എൻ്റെയൊക്കെ ഏക റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇത്തരം ചാനൽ ഡിസ്കഷൻസൊക്കെ ഏക റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ കൺസേൺ ഉണ്ടല്ലോ, നമുക്കുള്ള കൺസേൺ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നൊരു കൺസേൺ അടുത്ത ജനറേഷൻസിലേക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. ആ കൺസേണെങ്കിലും പാർട്ടി ചെയ്താൽ അവരതിനെക്കുറിച്ച് ചിന്തിച്ചോളുമെന്നാണ് പറയുക. ആ കൺസേൺ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത് അമേരിക്കൻ ജനതയ്ക്ക് തീരെയില്ല. ഈ പറയുന്ന പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ ഒഴിച്ചാൽ, അല്ലെങ്കിൽ ഈ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ കാണുന്ന ഇത്രയും ഓഡിയൻസ് പോലും അമേരിക്കയിൽ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല. കാരണം അവർ വളരെ സെൽഫ് സെൻറ്റേർഡായി വളരെ സൈലൻ്റായിട്ട് ജീവിക്കുക എന്ന് പറയുന്നൊരു സ്വഭാവമില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെയാണ് ജീവിതം. അവർക്ക് പൊളിറ്റിക്സോ വേൾഡിലെ സിനാരിയോയോ യുദ്ധങ്ങളോ ഇതൊന്നും അവർക്ക് അറിയാനോ താല്പര്യമൊന്നുമില്ലാത്തൊരു ജനതയായി മാറിയിരിക്കുന്നു. നമ്മളങ്ങനെ മാറാത്തിടത്തോളം കാലം നമുക്ക് ഈ ഒരു വളറ്റൈലായിട്ടുള്ളൊരു സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ വേവലാതി ഉണ്ടാവും. ആ വേവലാതി നമ്മളിൽ എത്ര പേർക്കേ ഉണ്ടാവുള്ളൂ? ഒരു 10% പേർക്ക് ഉണ്ടായാൽ ലോകത്തിൽ നല്ലത്. അതുപോലും ഇല്ലാത്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രശ്നമായിട്ട് മാറ്റാനൊന്നും പൊളിറ്റിക്സായിട്ട് മാറ്റാനൊന്നും ഇതിന് സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റിലേഷൻഷിപ്പുകൾ അന്യോന്യം എവിടെ വേണമെങ്കിലും പിടിച്ച് നമുക്ക് ഒരു 1.5 കൊല്ലമൊക്കെ പിന്നെ റഷ്യക്കെതിരെ യുദ്ധം നടത്താൻ സാധിക്കുന്ന ഒരു രാജ്യം, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു രാജ്യം കേട്ടത് തന്നെ യുദ്ധം വന്നപ്പോഴാണ്. അങ്ങനെ സാധിക്കുമെങ്കിൽ, ഉക്രൈന് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ബാക്കി രാജ്യങ്ങൾക്ക് സാധിക്കില്ല?
അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ്, വളരെ സമാധാനപരമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് ജനങ്ങൾ. ഈ യുദ്ധം എന്ന് പറയുന്നത് വളരെ, ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് കേരളത്തിൽ ആർക്കെങ്കിലും യുദ്ധത്തിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നു? ഇല്ല. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള, വളരെ ചെറുതായിട്ടുള്ള ചില സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സഹിക്കുന്ന ആൾക്കാർക്ക് അത് സഹിക്കുന്ന പ്രശ്നം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മുടെ കൺസേണും കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മളും അതിൻ്റെ ഭാഗമാവുന്നത്. അതല്ലെങ്കിൽ ഇതൊരു ഭാഗമൊന്നും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.